നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൊതുവിദ്യാഭ്യാസത്തിനും ആരോഗ്യ മേഖലയ്ക്കും പ്രാധാന്യം നൽകി LDF സർക്കാരിന്റെ പ്രഥമ സമ്പൂർണ്ണ ബജറ്റ്. കാസർഗോഡ് പാക്കേജിനായി 90 കോടി രൂപയും എൻഡോസൾഫാൻ ദുരിതാശ്വാസത്തിനായി 10 കോടിയും റവന്യൂ ഡിവിഷനും ജില്ലയ്ക്കായി പ്രഖ്യാപിച്ചു. ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങൾക്ക് തടയിടാൻ സന്നദ്ധമായി മോട്ടോർ വാഹന വകുപ്പ്. കർശനമാക്കിയ ലൈസൻസ് വ്യവസ്ഥകൾ ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. പിണറായിയുടെയും കോടിയേരിയുടെയും വേഷം കെട്ട് കേരളത്തിന് വിലപ്പോകില്ലെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. പാലക്കാട് കൊല്ലപ്പെട്ട വിമലാദേവിയുടെ ചിതാഭസ്മ നിമഞ്ജന യാത്രയ്ക്ക് മഞ്ചേശ്വരത്ത് സമാപനമായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയ്ക്ക് 1 കോടി വിലയിട്ട RSS നേതാവിനെതിരെ സംസ്ഥാനത്ത് CPMന്റെ പ്രതിഷേധം. കാസർഗോഡ് ടൗണിൽ CPM പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. 250 വർഷം പഴക്കമുള്ള കുമ്പടാജെ പൊടിപ്പള്ളം ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി ഉത്സവത്തിന് തുടക്കമായി. ചീരുമ്പ ഭഗവതിയുടെ മംഗല്യ കല്യാണമായി കരുതുന്ന ഭരണി ഉത്സവത്തിന് തുടക്കമായത് 108 വർഷങ്ങൾക്ക് ശേഷം. നിരാലംബരായ കുടുംബങ്ങൾക്ക് വെളിച്ചമായി കാസർഗോഡ് ഇലക്ട്രിസിറ്റി. സർക്കാർ ജീവനക്കാരും നെല്ലിക്കുന്ന് സെക്ഷൻ ജീവനക്കാരും രംഗത്ത്. പുളിക്കൂർ ST കോളനി അടക്കം 8 വീടുകൾ ജീവനക്കാർ സൗജന്യമായി വൈദ്യുതീകരിച്ചു. വാർത്തകൾ വിശദമായി. സ്ത്രീപക്ഷ ബജറ്റ് എന്ന അവകാശവാദവും ചോർച്ചാ വിവാദവും കൊഴുപ്പ് കൂട്ടിയ LDF സർക്കാരിൻ്റെ പ്രഥമ സമ്പൂർണ്ണ ബജറ്റിൽ ജില്ലയ്ക്ക് നേരിയ ആശ്വാസം. കാസർഗോഡ് പാക്കേജിനായി 90 കോടിയും എൻഡോസൾഫാൻ ഇരകൾക്ക് 10 കോടിയും റവന്യൂ ഡിവിഷനും ഒഴിച്ചാൽ ജില്ലയ്ക്ക് അവകാശപ്പെടാൻ കാര്യമായ വാഗ്ദാനങ്ങളൊന്നും തന്നെയില്ല. LDF സർക്കാരിൻ്റെ പ്രഥമ സമ്പൂർണ്ണ ബജറ്റിൽ ജില്ലയ്ക്ക് നേരിയ ആശ്വാസമുണ്ടെങ്കിലും കാര്യമായ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെയില്ല. കാസർഗോഡ് പാക്കേജിന് 90 കോടി രൂപയും എൻഡോസൾഫാൻ ഇരകൾക്ക് 10 കോടിയും പുതിയ റവന്യൂ ഡിവിഷനും മേൽപ്പറമ്പിൽ പുതിയ പോലീസ് സ്റ്റേഷനുമാണ് ബജറ്റിലെ ജില്ലയ്ക്കുള്ള പ്രഖ്യാപനങ്ങൾ. മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ സ്മാരകത്തിന് 1 കോടി രൂപയും കയ്യൂർ കാർഷിക കലാപ മ്യൂസിയത്തിന് 50 ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുസ്സഹമാക്കിയ ബദിയെടുക്ക കിന്നിങ്കാർ ചൂളപ്പദവ് ഏത്തടുക്ക റോഡിനും നെക്രംപാറ കുണ്ടൂർ ഏത്തടുക്ക റോഡിനും ബജറ്റിൽ തുക പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് പടിക്കൽ കരഞ്ഞു നേടിയ വിജയത്തിന്റെ ഫലമാണ് റോഡിന് അനുവദിച്ച ഫണ്ടെന്ന് ബദിയെടുക്ക സമരസമിതി കൺവീനർ മാഹിൻ കേളോട്ട് KCN ന്യൂസിനോട് പറഞ്ഞു. മലയോര മേഖലയിലെ റോഡുകളുമായി ബന്ധപ്പെട്ട് ജനകീയ സമരസമിതി ഉന്നയിച്ച എല്ലാ പ്രധാന ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ച് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി കരഞ്ഞതുകൊണ്ട് ആ കരച്ചിൽ അധികാരികൾ കേട്ടു. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഡിമാൻഡ് സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. സർക്കാരിനെയും MLAയും ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കുന്നു, നന്ദി അറിയിക്കുകയാണ്. ഞങ്ങൾ ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. ഏറെക്കുറെ നേരിയ ആശ്വാസം ബജറ്റ് ജില്ലയ്ക്ക് നൽകുന്നുണ്ടെങ്കിലും പ്രധാന ആവശ്യങ്ങളെല്ലാം തഴയപ്പെട്ടു. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും പ്രാമുഖ്യം നൽകിയ ബജറ്റിൽ ക്ഷേമ പെൻഷൻ 1100 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അരി മുതലുള്ള അവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിച്ച സാഹചര്യത്തിലും ഏറെ പ്രതീക്ഷയർപ്പിച്ചാണ് ജനങ്ങളും ബജറ്റിനെ കാത്തിരുന്നത്. ഈ ബിസിനസ് വളരെ ഡൗൺ ആണ്. എന്തല്ലെങ്കിൽ ഈ നോട്ട് പ്രതിസന്ധി വന്നതിന് ശേഷം പച്ചക്കറിക്ക് വില ഉയർന്നു പോകുന്നുണ്ട്. അതല്ലാണ്ട് ബിസിനസ് കടകളിൽ വളരെ മോശമായിട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൃഷി ഉണ്ടാകുന്നില്ല. ആ ഒരു പ്രശ്നമാണ് ഇന്ന് വിലക്കയറ്റത്തിന് കാരണം. വിലക്കയറ്റം കൊണ്ട് പൊറുതുകൂട്ടിയ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അരി വില നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരാഴ്ച പോയ പോലെ അല്ല പിറ്റത്തെ ആഴ്ച അരി മേടിക്കാൻ പോയാൽ കിട്ടുന്നത്. വെളിച്ചെണ്ണേൻ്റെ വില, പാലിൻ്റെ വില, എന്തിനു പറയുന്നത് വൈദ്യുതി ചാർജ് കൂട്ടുന്നു വരുന്നത്, വെള്ളം കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. ഇനി വെള്ളവും കൂടെ പൈസ കൊടുത്ത് മേടിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ജീവിതം ഒരു നേരം ഭക്ഷണം കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. ഈ വൈകുന്നേരത്തെ ഇതെല്ലാം ഇപ്പം ഈ സാധനത്തിന് വില കൂടിയിട്ട് നമ്മളിപ്പോൾ അതേ വിലക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാ സാധനവും. വൈകുന്നേരം ആകുമ്പോൾ ഇതെല്ലാം കണക്കൂട്ടി നോക്കുമ്പോൾ ഉറപ്പില്ല. CPMന് ഏറെ സ്വാധീനമുള്ള കാസർഗോഡ് ജില്ലയെ LDF സർക്കാരിൻ്റെ പ്രഥമ സമ്പൂർണ്ണ ബജറ്റിൽ വേണ്ട രീതിയിൽ പരിഗണിച്ചുപോയെന്ന ചോദ്യമാണ് തോമസ് ഐസക്കിൻ്റെ ബജറ്റ് ബാക്കിവെക്കുന്നത്. പുതുക്കിയ ലൈസൻസ് ലഭിക്കാനുള്ള വ്യവസ്ഥകൾ ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. ജില്ലയിലെ ടെസ്റ്റ് ഗ്രൗണ്ടിലെ അപര്യാപ്തതകൾ പരിഹരിക്കാൻ നടപടി കൈക്കൊള്ളുമെന്ന് അധികാരികൾ. വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾ കുറയ്ക്കുവാനും റോഡ് സുരക്ഷ ഉറപ്പുവരുത്താനുമാണ് കർശനമാക്കിയ ലൈസൻസ് വ്യവസ്ഥകൾ സർക്കാർ നടപ്പിലാക്കുന്നത്. പുതിയ രീതി ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. ഫെബ്രുവരി 28 വരെ ലേണേഴ്സ് ലൈസൻസിന് അപേക്ഷിച്ചവർക്ക് മാത്രമേ പഴയ രീതിയിൽ ടെസ്റ്റ് പൂർത്തീകരിക്കാനാവൂ. ഫെബ്രുവരി വരെ ലേണേഴ്സ് ലൈസൻസ് എടുത്തവർക്ക് പഴയ രീതിയിൽ ടെസ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം സമയക്രമം ലഭിക്കുവാൻ RTO JRTO ഓഫീസുകൾ സന്ദർശിച്ചാൽ മതിയെന്നും RTO ബാലകൃഷ്ണൻ KCN ന്യൂസിനോട് പറഞ്ഞു. LMV വിഭാഗത്തിൽ H ടെസ്റ്റിന്റെ കൂടെ റിവേഴ്സ് പാർക്ക് ചെയ്യുക,
തല പുറത്തിടാതിരിക്കുക, കമ്പികളുടെ നീളം കുറക്കുക എന്നിവയാണ് കാതലായ മാറ്റങ്ങൾ. LMBക്ക് മാത്രമേ ഇത് ബാധകമുള്ളൂ. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിന്, അതായത് മോട്ടോർ ഈ പറയുന്നതൊന്നും ബാധകമല്ല. LMBക്ക് Hലാണ് ഈ മാറ്റം വരുന്നത്. Hൽ സാധാരണ H കൂടാതെ ഒരു പാർക്കിംഗ് വരുന്നുണ്ട്, റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോ. അതാണ് ഈ പ്രത്യേകതയുള്ളത്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അപ്പോൾ അത് 1-4 തൊട്ട് പിന്നെ പുതിയ സിസ്റ്റത്തിലേക്ക് മാറാൻ പോവുകയാണ്. അപ്പോൾ അതുവരെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ LMB മാത്രം ലൈസൻസ്, ലേണേഴ്സ് ലൈസൻസ്, അതായത് ഇപ്പോൾ മിനിയാന്ന് 28/2 വരെ ലേണിംഗ് എടുത്തവരെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇപ്പോൾ 30/3 ഉള്ളിൽ മൊത്തം ഇല്ലവരെ മൊത്തം ഏത് ടെസ്റ്റ് ഇപ്പോൾ പാസ്സാവാത്ത കുറേ ആൾക്കാരുണ്ടാവും. അവരെ 29 വരെയുള്ള ലേണേഴ്സിൻ്റെ ആൾക്കാരെ മുഴുവനും 30-ാം തീയതിക്കുള്ളിൽ നമ്മൾ റോഡ് ടെസ്റ്റ് നടത്തിയിട്ട് പഴയ സിസ്റ്റത്തിൽ റോഡ് ടെസ്റ്റ് നടത്തിയിട്ട് വിട്ടു. മറ്റ് വിഭാഗങ്ങളിൽ മാറ്റമില്ല. ലൈസൻസിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക വഴി റോഡ് അപകടങ്ങൾ കുറയ്ക്കാനാകും. നിലവിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വീർപ്പ് മുട്ടുന്ന ടെസ്റ്റ് ഗ്രൗണ്ടിൽ അവശ്യ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ MLA ഫണ്ടിൽ നിന്നും സഹായം അഭ്യർത്ഥിച്ചതായി MVI ദിനേശ് കുമാർ KCN ന്യൂസിനോട് പറഞ്ഞു. ഇവിടെ നിൽക്കുന്ന പബ്ലിക്കിന് ഇവിടെ നിൽക്കാൻ വെയിലത്ത് നിൽക്കണം, ടോയ്ലറ്റ് സൗകര്യമില്ല. ഇക്കാര്യങ്ങൾ നമ്മൾ സ്ഥലം MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇതിനുള്ള MLA ഫണ്ടിൽ പെടുത്തി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പരമാവധി ചെയ്തു തരാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. ട്രാക്കിനൊക്കെ മാറ്റം വരുത്താനുണ്ട്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള ട്രാക്കിനെ മാറ്റി നമ്മൾ ടാർ ചെയ്ത് റെഡിയാക്കി എടുക്കും. നല്ല പണി പുരോഗമിച്ചിരിക്കുകയാണ്. ടാർ ചെയ്ത ട്രാക്കിന് പുറമെ ടെസ്റ്റിനായി എത്തുന്നവർക്ക് മറ്റ് അവശ്യ സൗകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട്. ഇതിനായുള്ള എസ്റ്റിമേറ്റ് ലഭിച്ചയുടൻ നടപടിയെടുക്കുമെന്ന് എന്നെ നെല്ലിക്കുന്ന MLA KCN ന്യൂസിനോട് പറഞ്ഞു. നിലവിൽ ടെസ്റ്റിനായി എത്തുന്നവർ മണിക്കൂറുകളോളം പൊരിവെയിലത്ത് നിൽക്കേണ്ട അവസ്ഥയാണ്. ടെസ്റ്റിനായി എത്തുന്ന സ്ത്രീകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യമില്ലാത്തതും ജനങ്ങളെ വലക്കുന്നുണ്ട്. പിണറായിയുടെയും കോടിയേരിയുടെയും വേഷം കെട്ട് കേരളത്തിൽ വിലപ്പോവില്ലെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. പാലക്കാട് ചുട്ടുകൊല്ലപ്പെട്ട വിമലാദേവിയുടെ ചിതാഭസ്മ നിമഞ്ജന യാത്രയ്ക്ക് കാസർഗോഡ് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. CPMനെതിരെ ആഞ്ഞടിച്ചായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗം. CPMന്റെ കാലിനടിയിൽ നിന്ന് മണൽ ചോർന്നു പോവുകയാണെന്നും അത് തടയാമെന്ന വ്യാമോഹം കൊണ്ടാണ് കൊല്ലും കൊലയും നടത്തുന്നതെന്നും അണികളെ കൊന്നാൽ ഇല്ലാതാവുന്ന പാർട്ടിയല്ല RSSും BJP എന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. പാലക്കാട്ട് ചുട്ടുകൊല്ലപ്പെട്ട വിമലാദേവിയുടെ ചിതാഭസ്മ നിമഞ്ജന യാത്രയ്ക്ക് കാസർഗോഡ് നൽകിയ സ്വീകരണത്തിലാണ് ശോഭാ സുരേന്ദ്രൻ CPMനെതിരെ ശക്തമായി ആഞ്ഞടിച്ചത്. ഹൊസങ്കടിയിൽ പൊതുസമ്മേളനത്തിനു ശേഷം കൺവതീർത്തയിൽ ചിതാഭസ്മ നിമഞ്ജനത്തോടെ സമാപിച്ചു. ചടങ്ങിൽ V മുരളീധരൻ, OM ശാലിന, ശോഭാരാജൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയറക്കുന്നവർക്ക് RSS നേതാവ് 1 കോടി രൂപ വാഗ്ദാനം ചെയ്ത സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. CPIM പ്രവർത്തകർ കാസർഗോഡ് ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയിറക്കാൻ പരസ്യമായി 1 കോടി രൂപ വാഗ്ദാനം ചെയ്ത RSS നേതാവിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് സംസ്ഥാന വ്യാപകമായി CPM പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസമാണ് മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ സംഘപരിവാർ സംഘടനകൾ സംഘടിപ്പിച്ച പരിപാടിയിൽ RSS നേതാവ് കുന്ദ്രൻ ചന്ദാവത് പിണറായി വിജയന്റെ തലയ്ക്ക് 1 കോടി രൂപ പ്രഖ്യാപിച്ചത്. പ്രസ്താവനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധമുയർന്നു. കാസർഗോഡ് ടൗണിൽ CPM പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധ പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. CH കുഞ്ഞമ്പു, K മുഹമ്മദ് ഹനീഫ, TK രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. 108 വർഷങ്ങൾക്കു ശേഷം ഒരു ഭരണി ഉത്സവം. കുമ്പടായി 300 വില്ലി എന്നറിയപ്പെടുന്ന തീയ സമുദായത്തിൻ്റെ 250 വർഷം പഴക്കമുള്ള ഭരണി ഉത്സവത്തിന് തുടക്കമായി. ഭരണി കുഞ്ഞാകാൻ ഭാഗ്യം ലഭിച്ചത് ശിവാനിക്ക്. ചരിത്രപ്രസിദ്ധമായ പൊടിപ്പള്ളം ചീരുമ്പ ഭഗവതിയുടെ മംഗല്യ കല്യാണമാണ് ഭരണി ഉത്സവം എന്നറിയപ്പെടുന്നത്. കുമ്പടായി 300 വില്ല് എന്നറിയപ്പെടുന്ന തീയ സമുദായത്തിൻ്റെ 250 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിലാണ് ഭരണി ഉത്സവത്തിന് മാർച്ച് 2-ന് തുടക്കമായത്. ഉത്സവത്തിന് ഇത്രയേറെ പ്രാധാന്യം ലഭിക്കുന്നതിന് പിന്നിലെ മറ്റൊരു കാരണം 108 വർഷത്തിനു ശേഷമാണ് പൊടിപ്പള്ളത്ത് ഭരണി ഉത്സവം കൊണ്ടാടുന്നത് എന്നാണ്. ഭരണി ഉത്സവത്തിൽ ഏറെ പ്രാധാന്യം ഭരണി കുഞ്ഞിനാണ്. ഭഗവതിയുടെ ജന്മനക്ഷത്രമായ ഭരണിയിൽ ജനിച്ച 5-നും 9-നും ഇടയിൽ പ്രായമുള്ള കുട്ടിയെയാണ് ഭരണി കുഞ്ഞായി തിരഞ്ഞെടുക്കുന്നത്. ഇത്തവണ ആ ഭാഗ്യം കടാക്ഷിച്ചത് ശിവാനിയെയാണ്. ക്ഷേത്ര ഭണ്ണാര വീട്ടിൽ ആചാരവിധി പ്രകാരം പാർപ്പിച്ച ഭരണിക്കുഞ്ഞിനെ വാദ്യാഘോഷങ്ങളോടെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. ഉത്സവത്തോടനുബന്ധിച്ചുള്ള എല്ലാ ആഘോഷങ്ങളിലും ദേവിയായി സങ്കല്പിച്ച് ഭരണി ബാലിക മുൻപിലുണ്ടാകും. 100 വർഷങ്ങൾക്ക് മുൻപ് ഭരണി മഹോത്സവം നടത്തിയതിന്റെ ചരിത്രശേഷിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കൃഷ്ണൻ പൈക്ക ചെയർമാനായും രാഘവൻ കണക്കത്തൂർ
കൺവീനറുമായുള്ള ആഘോഷ കമ്മിറ്റിയാണ് ഭരണി മഹോത്സവത്തിനുള്ള നേതൃത്വം നൽകുന്നത്. കർണാടകയിൽ നിന്നും ഉടുപ്പിയിൽ നിന്നും 1.5 ലക്ഷം ഭക്തർ ഉത്സവത്തിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. പുളിക്കൂർ ST കോളനിയിലെ 3 വീടുകളടക്കം 8 വീടുകൾക്ക് സൗജന്യ വൈദ്യുതീകരണം ഒരുക്കി നെല്ലിക്കുന്ന് സെക്ഷൻ ജീവനക്കാരും കാസർഗോഡ് ഇലക്ട്രിസിറ്റി സർക്കിൾ ജീവനക്കാരും മാതൃകയായി. സംസ്ഥാന സർക്കാരിൻ്റെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതിയുടെ ഭാഗമായാണ് ജീവനക്കാർ നിലാരംഭരായ 8 കുടുംബങ്ങൾക്ക് വെളിച്ചം പകർന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതിയുടെ ഭാഗമായാണ് ഇലക്ട്രിസിറ്റി ജീവനക്കാർ വൈദ്യുതിയില്ലാത്ത വീടുകൾക്ക് സൗജന്യമായി വൈദ്യുതീകരണം നടത്തിയത്. കാസർഗോഡ് ഇലക്ട്രിസിറ്റി സർക്കിളിലെ ജീവനക്കാരും നെല്ലിക്കുന്ന് സെക്ഷനിലെ ജീവനക്കാരും ചേർന്ന് ഇത്തരത്തിൽ 8 വീടുകളിൽ വൈദ്യുതീകരണം നടപ്പിലാക്കി. പുളിക്കൂർ ST കോളനിയിലെ രാധ, സുശീല, ഉജാറു തുടങ്ങിയവരുടെ വീടിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മോസസ് രാജകുമാരൻ നിർവഹിച്ചു. അപ്പോൾ ഈ വിധത്തിലുള്ള നല്ല കാരുണ്യ പ്രവൃത്തികൾ ഇനിയും ചെയ്യുവാനായിട്ട് ഓരോരുത്തർക്കും ഓഫീസിലുള്ള സകല ആൾക്കാർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് മുൻകൈ എടുത്ത ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെ സമ്മതത്തോടും കൂടി ഈ ഭവനത്തിൻ്റെ വെളിച്ചത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം ഞാൻ നിർവഹിക്കുകയാണ്. പരിപാടിയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ PG സുഗതൻ, P സുരേന്ദ്ര, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ നാഗരാജ് ഭട്ട്, മാത്യു P ലൂയിസ്, പഞ്ചായത്ത് അംഗം ഭാസ്കരൻ, ST പ്രൊമോട്ടർ സജീവൻ പുളിക്കൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. മലയോര റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബദിയടുക്കയിൽ റോഡ് ഉപരോധിച്ചു. വർഷങ്ങളായി അവഗണിക്കപ്പെടുന്ന പ്രദേശമാണ് നമ്മുടേതെന്ന് ഉപരോധം ഉദ്ഘാടനം ചെയ്ത KPCC നിർവാഹക സമിതി അംഗം ബാലകൃഷ്ണ ബോർക്കൊട്ലു ആരോപിച്ചു. മലയോര റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ നിരവധി സമരങ്ങളും പോരാട്ടങ്ങളും നടത്തിയിട്ടും ഫലം കണ്ടില്ല. സമരസമിതിയുടെ നേതൃത്വത്തിൽ 20 ദിവസത്തോളം നീണ്ടുനിൽക്കുന്ന നിരാഹാര സമരവും 27-ന് തിരുവനന്തപുരത്ത് കരച്ചിൽ സമരവും നടത്തി. ഇതിനൊന്നും യാതൊരു ഫലവും കാണാത്ത സാഹചര്യത്തിലാണ് റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റോഡ് ഉപരോധം സംഘടിപ്പിച്ചത്. ബദിയടുക്കയിൽ നടത്തിയ റോഡ് ഉപരോധം KPCC നിർവാഹക സമിതി അംഗം ബാലകൃഷ്ണ ബോർക്കൊട്ലു ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി അവഗണിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം. സർക്കാർ അനുവദിച്ച മറ്റ് ഏജൻസികൾ അനുവദിച്ച പണം പോലും ഇവിടെ വിനിയോഗിക്കാൻ സാധിച്ചു. നമ്മുടെ മെഡിക്കൽ കോളേജ് നമുക്കറിയാം, നബാർഡിന്റെ പണം വർഷങ്ങളായി അക്കൗണ്ട് കിടക്കുകയാണ്, കൂടിക്കിടക്കുന്നു. 68 കോടി രൂപയാണ് ആ മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിന് വേണ്ടി നബാർഡ് സാങ്ഷൻ വെച്ചിട്ടുള്ളത്. റോഡ് ഉപരോധത്തിന് JA സോമശേഖര, ജ്ഞാനദേവ ഷേണായി, അലി തുപ്പക്കൽ, മാഹിൻ കേളോട്ട്, അഷ്റഫ് മുനിയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി പാരാലീഗൽ വളണ്ടിയേഴ്സിനായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കാസർഗോഡ് DLSA മീറ്റിംഗ് ഹാളിൽ നടന്ന പരിപാടി കാസർഗോഡ് സബ് ജഡ്ജ് PT പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് കാസർഗോഡ് വനിതാ സഹകരണ കാര്യാലയത്തിന്റെയും ജില്ലാ നിയമസേവന അതോറിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാരാലീഗൽ വോളണ്ടിയേഴ്സിനായി സധൈര്യമാറുക എന്ന സന്ദേശത്തോടെ സ്ത്രീ സംരക്ഷണ നിയമങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് DLSA മീറ്റിംഗ് ഹാളിൽ നടന്ന ബോധവൽക്കരണ പരിപാടി കാസർഗോഡ് സബ് ജഡ്ജ് PT പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. എന്താണ് നിയമം? നിയമം എന്നത് ഒരു സമൂഹം അതിലെ അംഗങ്ങളുടെ മേൽ സ്വയം നിയന്ത്രണത്തിനായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു രൂപരേഖയാണ്. അതാണ് നിയമം. നിയമങ്ങൾ പല വിധത്തിലുണ്ടാവാം. ആചാരങ്ങളിലൂടെ നിയമമുണ്ടാകാം. ഒരു ഭരണകൂടം അതിലെ ജനങ്ങളുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിയമങ്ങൾ ഉണ്ടാകാം. ഈ നിയമങ്ങളെ പറ്റിയുള്ള അവബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. ഫിലിപ്പ് തോമസ് അധ്യക്ഷനായി. വനിതാ സംരക്ഷണ ഓഫീസർ P സുലജ സ്ത്രീ സംരക്ഷണ നിയമങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് കൈകാര്യം ചെയ്തു. ചടങ്ങിൽ EV സുഗതൻ, PK ശോഭ, VP ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. ജഗദ്ഗുരു വിദ്യാ നരസിംഹ ഭാരതി മഹാസ്വാമി മാർച്ച് 7-ന് അകൽപ്പാടി ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 12 വരെ വിവിധ പ്രദേശങ്ങളിലും ക്ഷേത്രങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തും.
മാർച്ച് 7-ന് 5 മണിക്കെത്തുന്ന ജഗദ്ഗുരു വിദ്യാ നരസിംഹ ഭാരതി മഹാസ്വാമിക്ക് ക്ഷേത്ര കമ്മിറ്റി സ്വീകരണം നൽകും. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തെ ആദരിക്കൽ ചടങ്ങും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊല്ലാപുരത്തിലെ ശ്രീ ശങ്കരാചാര്യ പരമ്പരയിൽപ്പെട്ട ശ്രീ നരസിംഹ ഭാരതി മഹാസ്വാമികളവർ ഞങ്ങളെ ഈ പ്രദേശത്തിലേക്ക് ആദ്യമായി ഇപ്പോൾ ഞങ്ങളെ ക്ഷണനം സ്വീകരിച്ച് ഇവിടെ വരാൻ പോകുന്നതാണ്. ഇതേ മാസം 7-ാം തീയതി അകൽപ്പാടി ക്ഷേത്രത്തിലേക്ക് വൈകുന്നേരം 5 മണിക്ക് ഈ ക്ഷേത്രത്തിലേക്ക് ആദ്യമായിട്ട് അവർ സന്ദർശനം ചെയ്യുന്നതാണ്. ഒരു മാർഗദർശിയായിട്ടാണ് സ്വാമിജി ഇവിടെ വരുന്നത്. പിറ്റേ ദിവസം 8-ാം തീയതി നമ്മളെ ലോകക്ഷേമത്തിന് വേണ്ടിയിട്ട് അകൽപ്പാടി ക്ഷേത്രത്തിൽ ഒരു ചണ്ഡികാഹവനം, പിന്നെ അതോടൊപ്പം പല പൂജാദികളും ആ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. പരിപാടിയിൽ ആനേമജ്ലു വിഷ്ണു ഭട്ട് അധ്യക്ഷത വഹിക്കും. പത്മശ്രീ അവാർഡ് ജേതാവ് ഗിരീഷ് ഭാരദ്വാജ് സുള്ളിക്ക് പരിപാടിയിൽ ആദരം നൽകും. വാർത്താസമ്മേളനത്തിൽ വെങ്കട്ട കൃഷ്ണ ഭട്ട്, രാമചന്ദ്ര ഭട്ട്, പ്രകാശ് പെരിഞ്ചെ, ശ്രീകാന്ത് ഗുലുകുഞ്ചി തുടങ്ങിയവർ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് കഞ്ചാവ് കടത്ത് സംഘത്തിലെ സൂത്രധാരൻ അറസ്റ്റിൽ. 1 കിലോ കഞ്ചാവ് പിടികൂടി. പിടിയിലായത് പാണത്തൂർ പൂടങ്കല്ല് സ്വദേശി CS ജയൻ. മലയോര ഗ്രാമങ്ങളിലും തീരദേശ ഗ്രാമങ്ങളിലും കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിലെ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിലായി. പാണത്തൂർ ചീങ്കലിലെ CS ജയനാണ് അറസ്റ്റിലായത്. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ജയൻ പിടിയിലായത്. കയ്യിൽ സൂക്ഷിച്ചിരുന്ന 1 കിലോ കഞ്ചാവും പിടികൂടി. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത്. മംഗലാപുരത്തു നിന്നും കഞ്ചാവ് എത്തിച്ച് കാഞ്ഞങ്ങാട്ട് വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ഇപ്പോൾ അറസ്റ്റിലായ ജയനെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. കാഞ്ഞങ്ങാട് ടൗണിൽ ചില്ലറ വിൽപ്പന നടത്തുന്നതിനായി കാഞ്ഞങ്ങാട് ഭാഗങ്ങളിൽ കഞ്ചാവ് എത്തിക്കുന്നതിനിടയിലാണ് ഞാൻ പിടിയിലായിരിക്കുന്നത്. ആഴ്ചയിൽ 2-3 പ്രാവശ്യം മംഗലാപുരത്ത് പോയി അവിടുന്ന് 1 കിലോയ്ക്ക് മേലുള്ള കഞ്ചാവ് വാങ്ങി ടൗണിലെത്തി ചില്ലറയായിട്ട് കൊടുക്കുന്നതിനിടയിലാണ് ഞാൻ പിടികൂടിയിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ജയൻ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മൊബൈൽ ഫോൺ വഴി ആവശ്യപ്പെടുന്നവർക്ക് കഞ്ചാവ് എത്തിക്കുന്ന സംഘമാണ് കാഞ്ഞങ്ങാട്ട് പ്രവർത്തിക്കുന്നത്. റെയ്ഡിന് എക്സൈസ് സബ് ഇൻസ്പെക്ടർ ബിജേഷ്, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ രഞ്ജിത് ബാബു, സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർമാരായ NP സുധീന്ദ്രൻ, K ഉണ്ണികൃഷ്ണൻ, C വിജയൻ, P പ്രശാന്ത്, NV സുമോദ് കുമാർ, മായ തുടങ്ങിയവർ നേതൃത്വമേകി. ചെറുവത്തൂർ കാടങ്കോട് ജയ്ഹിന്ദ് വായനശാലയിൽ നടന്നുവന്ന തയ്യൽ പരിശീലന കോഴ്സ് സമാപിച്ചു. സാമൂഹ്യ വികസനം പോളിടെക്നിക്കിലൂടെ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു പരിശീലനം. സാമൂഹിക വികസനം പോളിടെക്നിക്കിലൂടെ എന്ന പദ്ധതിയുടെ ഭാഗമായി തൃക്കരിപ്പൂർ ഗവൺമെൻറ് പോളിടെക്നിക്കാണ് കാടങ്കോട് ജയ്ഹിന്ദ് വായനശാലയിൽ സൗജന്യ തയ്യൽ പരിശീലനം സംഘടിപ്പിച്ചത്. 3 മാസം നീണ്ട പരിശീലന പരിപാടിയുടെ സമാപനം കഴിഞ്ഞ ദിവസം വായനശാല ഹാളിൽ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K നാരായണൻ മാസ്റ്റർ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. വായനശാല പ്രസിഡന്റ് PP ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PK ബാലൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. P വേണുഗോപാലൻ മാസ്റ്റർ, V നാരായണൻ, മാടായി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, KP കുമാരൻ, AV മുരളീധരൻ, KE സുലോചന എന്നിവർ സംസാരിച്ചു. വായനശാല രക്ഷാധികാരി A നാരായണൻ മാസ്റ്റർ സ്വാഗതവും സെക്രട്ടറി അനീഷ് കൈക്കോട്ട് നന്ദിയും പറഞ്ഞു. സംസ്ഥാന ഇന്റർ ക്ലബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് ചീമേനി വേദിയാകുന്നു. ഏപ്രിൽ 9 മുതൽ 15 വരെ നടക്കുന്ന സംസ്ഥാന കായികമേളയ്ക്ക് ചീമേനി രക്തസാക്ഷി ക്ലബ്ബ് ആതിഥേയത്വം വഹിക്കും. സാന്ത്വന പ്രവർത്തനം ലക്ഷ്യമിടുന്നുവെന്നും സംഘാടകർ അറിയിച്ചു. ഒരു ജനകീയ സംഘാടക സമിതി രൂപീകരിച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്ന് പരിപാടികൾ വിശദീകരിക്കാൻ വിളിച്ചുകൂട്ടിയ വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ പഞ്ചായത്ത് പ്രസിഡന്റ് K ശകുന്തള, KP വത്സരൻ, K ശ്രീനിവാസൻ, K ബാലകൃഷ്ണൻ, PP സുരേഷ്, KT നാരായണൻ, KV അനീഷ്, MP ഗീത എന്നിവർ അറിയിച്ചു. 22ാമത് സംസ്ഥാന ഇന്റർ ക്ലബ്ബ് വോളി ചാമ്പ്യൻഷിപ്പാണ് ചീമേനിയിൽ നടക്കുന്നത്. BPCL കൊച്ചി, ഇന്ത്യൻ നേവി, KSCB തിരുവനന്തപുരം, കേരള പോലീസ്, കസ്റ്റംസ് കൊച്ചി, MEG തിരുവനന്തപുരം, കേരള പോസ്റ്റൽ, ഇന്ത്യൻ ആർമി എന്നീ പുരുഷ ടീമുകളും KSCB തിരുവനന്തപുരം, കേരള പോലീസ്, ചങ്ങനാശ്ശേരി അസംപ്ഷൻ കോളേജ്, ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് എന്നീ വനിതാ ടീമുകളും 8 ദിവസങ്ങളായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ കളിക്കളത്തിലിറങ്ങും. സാന്ത്വന പ്രവർത്തനം ലക്ഷ്യമിട്ട് ചീമേനി രക്തസാക്ഷി ക്ലബ്ബാണ് ചാമ്പ്യൻഷിപ്പിന് ആതിഥ്യമരുളുന്നത്. 5000 പേർക്ക് ഇരിക്കാവുന്ന ഗാലറിയാണ് ഒരുക്കുന്നത്. ഗാലറിയുടെ കാൽനാട്ട് കർമ്മം ഈ വാരത്തിൽ തന്നെ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കത്തുന്ന വെയിലിൽ യാത്രികർക്ക് ആശ്വാസമായി PCK പെരിയ പ്ലാന്റേഷന് സമീപം പാഷൻ ഫ്രൂട്ട് ശീതള പാനീയ വിൽപ്പന തുടങ്ങി.
വഴിയോര വിശ്രമ കേന്ദ്രം ഒരുക്കിയാണ് പാഷൻ ഫ്രൂട്ടിന്റെ ശീതളപാനീയം ജനങ്ങളിൽ എത്തിക്കുന്നത്. പെരിയയിലും മുളിയാറിലെ ബോവിക്കാനത്തും പാഷൻ ഫ്രൂട്ട് ജ്യൂസ് വിൽപ്പന തുടങ്ങിക്കഴിഞ്ഞു. വേനൽ കടുത്തതോടെ PCKയുടെ വിശ്രമ കേന്ദ്രങ്ങളിലെത്തി പാഷൻ ഫ്രൂട്ട് ജ്യൂസ് കഴിക്കുന്ന യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. 100 രൂപയ്ക്കാണ് ഒരു ബോട്ടലിന് ഈടാക്കുന്നത്. 3 വർഷം മുമ്പ് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടങ്ങളിൽ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് പാഷൻ ഫ്രൂട്ട് കൃഷി തുടങ്ങിയത്. പെരിയ, ചീമേനി, മുളിയാർ ഡിവിഷനുകളിൽ പാഷൻ ഫ്രൂട്ട് കൃഷി വിജയം കണ്ടുകഴിഞ്ഞു. കഴിഞ്ഞ വർഷം മുതൽ പാഷൻ ഫ്രൂട്ടിന്റെ ശീതളപാനീയവും വിപണിയിലിറക്കി കഴിഞ്ഞു. ഒരു ഗ്ലാസ് ജ്യൂസിന് 20 രൂപയും ഈടാക്കുന്നു. ഒരു ബോട്ടിൽ ജ്യൂസിൽ നിന്നും 2.5 ലിറ്റർ ശീതളപാനീയം ഉണ്ടാക്കാനാവും. പ്രമേഹ രോഗത്തിനുള്ള ഔഷധമായതിനാൽ ദൂരസ്ഥലങ്ങളിൽ നിന്നും പാഷൻ ഫ്രൂട്ട് വാങ്ങാനായി ആളുകൾ എത്തുന്നുണ്ട്. പാഷൻ ഫ്രൂട്ടിന്റെ വിൽപ്പനയും നടക്കുന്നുണ്ട്. കിലോയ്ക്ക് 60 രൂപ നിരക്കിലാണ് പാഷൻ ഫ്രൂട്ട് വിൽപ്പന നടത്തുന്നത്. മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നതെന്ന് PCK പെരിയ ഡിവിഷനിലെ ജീവനക്കാരൻ ഷാജി പറഞ്ഞു. മറ്റ് എസ്റ്റേറ്റുകളിലും ഞങ്ങൾ ഇതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ കൃഷിയുണ്ട്. ഈ വേനൽക്കാലത്ത് അതിരൂക്ഷമായ വേനൽ ചൂടിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് ധാരാളം ആൾക്കാർ ഞങ്ങളുടെ ജ്യൂസ് കുടിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മറ്റ് എസ്റ്റേറ്റ് കാരടി, കൊടുമൺ, ചന്ദനപ്പള്ളി എന്നീ എസ്റ്റേറ്റുകളിലേക്ക് ഞങ്ങൾ ഈ ജ്യൂസ് കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്നത്. കശുമാങ്ങയിൽ നിന്നുള്ള സംസ്കരിച്ച ജ്യൂസാണ് വിൽപ്പന നടത്തുന്നത്. മുളിയാർ യൂണിറ്റിൽ വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാഷൻ ഫ്രൂട്ടുകൾ എറണാകുളത്തെ കാലടി ഗ്രൂപ്പിലേക്കും പത്തനംതിട്ടയിലെ കൊടുമൺ ഗ്രൂപ്പിലേക്കും കയറ്റി അയക്കുന്നുണ്ട്. PCK വൈവിധ്യവൽക്കരണത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന കുരുമുളക്, കറുവപ്പട്ട, രാമച്ചം, വെളിച്ചെണ്ണ, കാടമുട്ട തുടങ്ങിയവയും സ്റ്റാളുകളിലൂടെ വിറ്റുപോകുന്നുണ്ട്. കാലത്തിനനുസരിച്ച് PCKയും മാറുകയാണ്. പുതിയ തൊഴിൽ സംസ്കാരങ്ങളും തൊഴിൽ രീതികളും പരിശീലിപ്പിച്ചു കൂടുതൽ ജനകീയമാവുകയാണ് സംസ്ഥാനത്തെ PCKയുടെ പ്രവർത്തനങ്ങൾ. പാണത്തൂർ തുളവനത്ത് ഭഗവതി ക്ഷേത്രം കളിയാട്ടം ഭക്തിജനത്തിരക്കേറി. ഭക്തമനസ്സുകൾക്ക് സായുജ്യമായി മൂന്നായിരീശ്വരൻ അരങ്ങിലെത്തി. കളിയാട്ടം ശനിയാഴ്ച സമാപിക്കും. പ്രസിദ്ധമായ പാണത്തൂർ മഞ്ഞടുക്കം ശ്രീ തുളൂർവനത്ത് ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടം ആദ്യ 3 ദിവസം പിന്നിട്ടതോടെ പ്രധാന ആരാധനാമൂർത്തിയായ മുന്നായീശ്വരന്റെ തിരുമുഖ ദർശനം തേടി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഭക്തർ എത്തിത്തുടങ്ങി. 47ഓളം തെയ്യങ്ങൾ 8 ദിവസം നീളുന്ന കളിയാട്ടത്തിൽ അരങ്ങിലെത്തി അനുഗ്രഹം ചൊരിയും. ബളോളം ദൈവം, പൈറ്റടിപ്പൂവൻ ദൈവം, മലങ്കാരി, ആർത്താണ്ടൻ ദൈവം, ഒളിമകൾ, കിളിമകൾ തുടങ്ങിയ അപൂർവ തെയ്യങ്ങളും അരങ്ങിലെത്തും. വിവിധ സമുദായ ക്ഷേത്രങ്ങളിലെ ആചാരസ്ഥന്മാരുടെ സാന്നിധ്യം തുളൂർവനത്ത് കളിയാട്ടത്തിന്റെ മാത്രം സവിശേഷതയാണെന്ന് ക്ഷേത്രഭാരവാഹികൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ഏകദേശം 8 ദിവസങ്ങളിൽ ഈ 101 ഭൂതങ്ങൾ കെട്ടിയാടിക്കുന്നുണ്ടെങ്കിലും 43 കോലങ്ങളാണ് യഥാർത്ഥ രൂപത്തോടും കൂടി ഇവിടെ ജനങ്ങൾക്ക് ദർശനം നൽകുന്നത്. ബാക്കി കോലങ്ങളെല്ലാം കോലങ്ങളായി നടക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ നടക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ വടക്കേ മലബാറിൽ ഏകദേശം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നടക്കാത്ത ചടങ്ങുകളാണ് ഈ ക്ഷേത്രാങ്കണങ്ങളിൽ പല കോലങ്ങളിലും നമുക്ക് ദർശിക്കുവാൻ പറ്റുന്നത്. ഏറെ അകലിൽ നിന്ന് പോലും പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി ഭക്തർ കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ദേവീ സന്നിധിയിലെത്തുന്നു. ഭക്തർക്കായി വിപുലമായ അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. സമാപന സുദിനമായ ശനിയാഴ്ച ശ്രീ തുളൂർവനത്ത് ഭഗവതിയുടെ തിരുമുടി ഉയരും. ക്ഷേത്രപാലകനീശ്വരന്റെ തിരുമുടി നിവരലും ആചാരക്കാരുടെ കലശവും സമാപനത്തിൽ നടക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊതുവിദ്യാഭ്യാസത്തിനും ആരോഗ്യ മേഖലയ്ക്കും പ്രാധാന്യം നൽകി LDF സർക്കാരിൻ്റെ പ്രഥമ സമ്പൂർണ്ണ ബജറ്റ്. കാസർഗോഡ് പാക്കേജിനായി 90 കോടി രൂപയും എൻഡോസൾഫാൻ ദുരിതാശ്വാസത്തിനായി 10 കോടിയും റവന്യൂ ഡിവിഷനും ജില്ലയ്ക്കായി പ്രഖ്യാപിച്ചു. ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങൾക്ക് തടയിടാൻ സന്നദ്ധമായി മോട്ടോർ വാഹന വകുപ്പ്. കർശനമാക്കിയ ലൈസൻസ് വ്യവസ്ഥകൾ ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. പിണറായിയുടെയും കോടിയേരിയുടെയും വേഷം കെട്ട് കേരളത്തിന് വിലപ്പോകില്ലെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. പാലക്കാട് കൊല്ലപ്പെട്ട വിമലാദേവിയുടെ ചിതാഭസ്മ നിമഞ്ജന യാത്രയ്ക്ക് മഞ്ചേശ്വരത്ത് സമാപനമായി.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയ്ക്ക് 1 കോടി വിലയിട്ട RSS നേതാവിനെതിരെ സംസ്ഥാനത്ത് CPMന്റെ പ്രതിഷേധം. കാസർഗോഡ് ടൗണിൽ CPM പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. 250 വർഷം പഴക്കമുള്ള കുമ്പടാജെ പൊടിപ്പള്ളം ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി ഉത്സവത്തിന് തുടക്കമായി. ചീരുമ്പ ഭഗവതിയുടെ മംഗല്യ കല്യാണമായി കരുതുന്ന ഭരണി ഉത്സവത്തിന് തുടക്കമായത് 108 വർഷങ്ങൾക്ക് ശേഷം. നിരാലംബരായ കുടുംബങ്ങൾക്ക് വെളിച്ചമായി കാസർഗോഡ് ഇലക്ട്രിസിറ്റി സർക്കാർ ജീവനക്കാരും നെല്ലിക്കുന്ന് സെക്ഷൻ ജീവനക്കാരും രംഗത്ത്. പുളിക്കൂർ ST കോളനി അടക്കം 8 വീടുകൾ ജീവനക്കാർ സൗജന്യമായി വൈദ്യുതീകരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.